പുറം നാട്ടുകാർ തലശ്ശേരിയിലെത്തിയാൽ പരിചയക്കാരും ചെങ്ങായിമാരും പറയും, വാ ഒരു കോഴിക്കാലും ചായയും കാച്ചാമെന്ന്. കോഴിക്കാലും ചായയും എന്ന കോമ്പിനേഷൻ കേൾക്കുമ്പോൾ തന്നെ ആരുടെയും മുഖമൊന്ന് ചുളിയും. ഇതെന്ത് സാധനമെന്ന് ചോദിക്കുന്നവർ ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കോഴിക്കാൽ കഴിക്കാതെ തലശ്ശേരിയിൽ നിന്ന് പോകില്ലെന്നതാണ് മാജിക്. ഉച്ച കഴിഞ്ഞാൽ തലശ്ശേരി നഗരത്തിലെയും മറ്റിടങ്ങളിലെയും ഹോട്ടലുകളിലെയും തട്ടുകടകളിലെയും ചില്ലുകൂട്ടുകളിൽ കോഴിയുടെ കാൽ വറുത്തുകോരി വെച്ചതുപോലെ ഒരു പ്രത്യേക പലഹാരം കൂട്ടിവെച്ചിരിക്കുന്നത് കാണാം. എന്നാൽ ഇത് കോഴിയുടെ കാലാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മരച്ചീനി അഥവാ കപ്പ ഉപയോഗിച്ചാണ് കോഴിക്കാൽ തയ്യാറാക്കുന്നത്. കോഴിക്കാലിന് കപ്പ തന്നെയാണ് മുഖ്യമായി ഉപയോഗിക്കുന്നത്. കപ്പ മുറിച്ച് പുറംതോൽ ചെത്തിയെടുത്ത് നീളത്തിൽ അരിഞ്ഞെടുത്ത് മൈദയോ കടലമാവോ കൂട്ടിക്കുഴച്ച് പച്ചമുളകും കുരുമുളകും ചേർത്ത് ഒരു കൈപ്പിടി വണ്ണത്തിൽ കുഴച്ചാണ് തിളയ്ക്കുന്ന എണ്ണയിലിടുന്നത്. മറ്റു പലഹാരങ്ങളെക്കാൾ എണ്ണയിൽ വേവാൻ അല്പസമയം കൂടുതലെടുക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ടേസ്റ്റ് കൂട്ടാൻ കറിവേപ്പില, പുതിന, പച്ചമുളക് എന്നിവ ചേർക്കുന്നവരുണ്ട്. പ്രാദേശിക ഭേദത്തിനനുസരിച്ച് കോഴിക്കാലിൽ ചെറിയ മാറ്റങ്ങൾ കാണാറുണ്ട്. തലശ്ശേരി നഗരത്തിൽ കപ്പ നീളത്തിൽ അരിഞ്ഞ് സൂചിമുന പോലെയാക്കിയ കോഴിക്കാലാണ് കിട്ടുന്നതെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അല്പം വണ്ണത്തിലുള്ള തടിച്ചതാണ് കാണാറുള്ളത്. പലഹാരങ്ങളിൽ ഏറ്റവും അവസാന സമയത്ത് കോഴിക്കാൽ ഉണ്ടാക്കാറുള്ളൂവെന്ന് എടക്കാട് വർഷങ്ങളായി തട്ടുകട നടത്തുന്ന മുഹമ്മദ് പറഞ്ഞു. എല്ലാ സ്ഥലത്തും കോഴിക്കാലിന് 12 രൂപ. ഇവിടെ ഈ വില കുറച്ച് കൊടുക്കാനുള്ള കാരണം ഒരു വൈകുന്നേരം ഒരു രാത്രി ഒരു 7 മണിയാകുമ്പോൾ വിറ്റ് തീരും. 6 മണിക്ക് നിങ്ങൾ കച്ചവടം പ്ലസ് അല്ലേ? രാവിലെ തന്നെ എണ്ണക്കടിയിലാവും. ഏറ്റവും അവസാനം ഉണ്ടാക്കുന്നത് കോഴിക്കാലാണ്. റൊട്ടി വരിക അതോടുകൂടിയേ തീരുക. എത്ര മണിക്കത്? അപ്പോഴേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തീരുക. പിന്നെ റൊട്ടി വരി മാത്രമേ ഉണ്ടാവും അല്ലേ? 3 മണിക്കൂറുകൾ കൊണ്ട് 100ഓളം കോഴിക്കാലുകൾ വിറ്റുപോകാറുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 27 വർഷമായി മുഹമ്മദ് എടക്കാട് ബസാറിൽ ചായക്കച്ചവടം നടത്തി വരികയാണ്. കോഴിക്കാൽ മാത്രമല്ല, കപ്പപ്പൊരിയും ഇദ്ദേഹത്തിന്റെ സ്പെഷ്യലുകളിൽ ഒന്നാണ്. രുചി വൈവിധ്യങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് തലശ്ശേരിക്കാർ. പുറമേ നിന്ന് വരുന്നവരെ തങ്ങളുടെ വ്യത്യസ്ത വിഭവങ്ങൾ കൊണ്ട് ആകർഷിക്കാനും ആതിഥേയ മര്യാദ കൂടുതലുള്ള ഇവർക്ക് കഴിയുന്നു. കോഴിക്കാൽ പോലുള്ള വിഭവങ്ങൾ വീട്ടമ്മമാർ 4 മണി പലഹാരമായി വീടുകളിലും ഉണ്ടാക്കാറുണ്ട്. സാധാരണക്കാർ മാത്രമല്ല, എല്ലാവരും തലശ്ശേരിയിലെ കോഴിക്കാൽ ഇഷ്ടപ്പെടുന്നവരാണ്. ദൂരദേശങ്ങളിൽ നിന്നും തലശ്ശേരിയിലൂടെ കടന്നു പോകുന്നവർ വാഹനം നിർത്തി കോഴിക്കാലും ചായയും കഴിച്ചേ പോകാറുള്ളൂ. ചൂടോടെ കഴിക്കേണ്ട വിഭവമാണ് കോഴിക്കാൽ. ഇതിനൊപ്പം ആവി പറക്കുന്ന കട്ടൻ ചായയും പിടിപ്പിച്ചാൽ സംഗതി പൊളിക്കും. പണ്ടുകാലത്ത് ചിക്കൻ വിഭവങ്ങൾ സമ്പന്നർക്ക് മാത്രമേ കഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. തലശ്ശേരി ഭരിച്ചിരുന്ന സായിപ്പന്മാർ ചിക്കൻ കാലിന്റെ ഫ്രൈ കഴിച്ചിരുന്നപ്പോൾ ഇതിനെ അനുകരിച്ച് തലശ്ശേരിയിലെ അമ്മമാരും ഉമ്മമാരും നാട്ടിൽ സുലഭമായ കപ്പ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാവാം ഈ പ്രതീകാത്മക കോഴിക്കാലുകളെന്നാണ് നാട്ടുചരിത്രകാരന്മാർ പറയുന്നത്. ഒരു കാലത്ത് റവയും ഇതിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. തലശ്ശേരിയിൽ ഇത്തരത്തിൽ നിരവധി വെറൈറ്റി വിഭവങ്ങളുണ്ട്. അതിനൊക്കെ രസകരമായ പേരുകളും ചേരുവകളുമുണ്ട്. വായിൽ കപ്പലോടിക്കാൻ വെള്ളമൂറുന്ന ഇത്തരം വിഭവങ്ങളൊക്കെ തന്നെയാണ് തലശ്ശേരിയെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും സ്പെഷ്യലാക്കുന്നത്. തലശ്ശേരി താലൂക്കിലെ മിക്കയിടങ്ങളിലും കോഴിക്കാൽ ലഭിക്കാറുണ്ട്. മാഹിയിലും കാണാം ചില്ലുകൂട്ടുകളിലെ കോഴിക്കാലുകൾ. സമകാലിക മലയാളം, കണ്ണൂർ.